കുഴഞ്ഞ് മയഞ്ഞ് വെള്ളത്തി അടിച്ചെടുത്ത് കുഴഞ്ഞു മുത്തപ്പ. പഴയ അപ്പനല്ലേ പാടിയെന്ന് അവൾ അടുത്തതില്ലേ കണ്ടു. അത് കണ്ടു. പഠിപ്പിച്ചു കൊടുത്താലും അടിക്കാൻ. കുഴയണത് അവളാണ്. അത് ശരിയാണ്. അവളെ നിൽക്കുന്നില്ല ആ പരിപാടി വേണ്ട. എന്ത് ആ ചക്കരവിടെ ആളുണ്ടോ? അല്ല അവൻ മുങ്ങിയിരിക്കണം. കണ്ടോ ഇത്രയും നേരം അവൻ പാട്ടിലുണ്ടായിരുന്നു. ഈ സമയം നോക്കിയാൽ മുങ്ങി. ആരാണത്? നിങ്ങൾ പറയും. എന്റെ ആനന്ദരൊന്നുമല്ല. ആ അതന്നെ കേസ്. അവൻ പെരച്ച പേരെഴുതുന്നത് അവനൊന്നും പറ്റിയ ദിലീപേ വരില്ല വരില്ല. ഇല്ലാന്ന് പല ശരിയില് എന്താണ് പണേ? മൂത്തപ്പന്മാരും തമ്പ്രക്കന്മാരും പറ്റി ആരും പല ശരിയിലില്ലേന്ന്. എവിടെ നീ തന്നെ വാ. നമുക്കല്ല ഈ ആഴ്ച നിങ്ങൾ ചെയ്ത നല്ല കാര്യം വയോധികൻ അതെന്തിനാ അറിയാം? അതെന്താ കാര്യം? അല്ല കുടുംബമൊന്നും കാട്ടണ്ട. വയസ്സായി ഇരുന്നോളെ. ഞാൻ പഠിക്കുക ആദ്യം രാജ്യം ചോദിക്കും. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. പന്തലിന് കന്യാകുമാരി പന്തല് ഒരു സ്ത്രീ വേഷം വന്നാൽ ആദ്യം ചോദിക്കേണ്ടത് രാജ്യം. ഇത് മാറ്റണ്ട. ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. എന്താ അറിയാം? ഇന്നലെ തുടങ്ങിയ മൂപ്പരിക്ക് 1 മണി to 4 മണി. നമ്മൾ ചോദിക്കുമ്പോ അല്ലല്ല നമ്മൾ ചോദിക്കുമ്പോ ഒരു രീതി ചോദിക്കാം. നമുക്കൊരു ഫീലിംഗ് വരും. അമ്മോ എന്റെ രാജ്യമോ എല്ലാ കൊല്ലവും ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. എല്ലാ കൊല്ലം എന്റെ പണിയെഴുത് ഇതെല്ലാം കൂടി എന്റെ തലയിലിട്ട് തരണം. അവൾക്ക് തന്നെ മതിയായി. എല്ലാ കൊല്ലം ഇയാളെ എന്നെ കാണണം. അതെ ബോർഡർ തന്നെ മുത്തപ്പൻ അടുത്ത് എന്താ രാജ്യമാണോ കേൾക്കണം? മുത്തപ്പ നിങ്ങളെന്റെ രാജ്യം മുത്തപ്പ എന്റെ രാജ്യമല്ലേന്ന്. ബീഞ്ഞാറ് ചീനിക്കുളം കല്ലടിക്കൂടെ അല്ലേന്നു. ഈ ഭാഷ എനിക്കറിയില്ല. അവർക്ക് റിലേഷൻഷിപ്പ് ഒന്നും ശരി. അവിടെയാണ് അവരുടെ രാജ്യം. അപ്പൊ അവരുടെ പേരെന്താണ്? എന്റെ പേരെന്താണ്? മുത്തപ്പ നിങ്ങളുടെ പേരാണ്. പേരൊന്നും പോലെ മുത്തപ്പൻ ഇനി പേര് പേര് പറയാൻ പോവും. എന്റെ പേരല്ലേന്ന് വെള്ളച്ച് വെള്ളച്ചി പഴയ പേര്. പഴയ പേര് വെള്ളച്ചി. പിന്നെയാണ് ചോദിക്കേണ്ടത്. ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കാം. ചോദിക്കാവോ പ്രാവശ്യം? കുടുംബത്തിൽ കൂട്ടുണ്ടാക്കണം.
എന്താണ് പറഞ്ഞത് ജാതി? പീഞ്ഞാറ് പീഞ്ഞിക്കുളം കല്ലടിക്കോട് കാരിക്കാരൻ തമ്പുരാൻപട്ടിയിലെ ചെറുതല്ലി. അതെയല്ല ഉദ്ദേശിച്ചത്. ഈ പ്രായത്തിൽ വെരി സ്മോൾ. എവിടെ വന്ന വെള്ളത്തിൽ നീ എവിടെ വന്ന എന്തിനു വന്ന നിങ്ങൾക്ക് എന്തിനാണ് മുത്തപ്പ ഇത്ര അവസരം? ഓരോന്നായി കേൾക്കുന്നു മുത്തപ്പ. ആരൊക്കെ ആദ്യം പറ. എനിക്ക് ഞാനും ചെറുനച്ചനും ഇല്ലേന്ന് മുത്തപ്പ. നമ്മളും ഞാനും അല്ല ഞാനും വേറെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞത് ശരിയായി. ഞാനും എന്റെ ചെറുപ്പത്തിൽ കൊടുക്കാൻ ഞാൻ എന്ത് വേണം? ഇപ്പൊ ആരൊക്കെ ഉണ്ട് എന്റെ കൂടെ? വരാൻ എന്താ കാരണം? ഞാനും എന്റെ ചെറുനച്ചനും കൂടെ ആ തുളയങ്കാവ് വേലയില്ലേ? കൊളയങ്കാവ് വേല നിർത്തിയിട്ട് കാലത്രേ പരസ്യം വേല പറയാം. അത് നിങ്ങളുടെ അപ്പന്റെ ആണ്, അത് ഞങ്ങളുടെ അമ്മന്റെ അല്ലേ? ഞാൻ ഇനി വേണ്ടാത്ത വല്ല പറയും. എന്താ നടക്കുമ്പോഴും വേറെ പറയും എന്തൊക്കെ ഉണ്ട്. ഞാനും എന്റെ ചെറുനച്ചനും കൂടി തുളയങ്കാവ് വേലയ്ക്ക് വന്ന് ആ വേലപ്പറമ്പെല്ലാം ചുറ്റി കറങ്ങില്ലേ മുത്തപ്പ? ചുറ്റിക്കറങ്ങി അടിപടങ്ങൾ കണ്ടു. പോണ എന്റെ മുത്തപ്പ ഒരു വലിയൊരു അടിപടം മുത്തപ്പ. അല്ല ഈ അടിപടം ഒന്നാണ് അതിശയം. അതിശയത്തിന് അടിപടം എന്താണ് അതിശയം? ആലിയപ്പനെ ഒരു പാഴ്ചക്കിനെയും ഒരു പഴച്ചക്കിനെയും ആര്യപ്പം മറ്റവരെ കീറി വെച്ചിരിക്കണമെന്ന് അടുത്ത കൊല്ലം മാറ്റാം. ഇതാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞില്ലേ? അല്ല ഇതാണ് ഉദ്ദേശിച്ചത്. അതെ ചക്ക ചക്ക കീറി വെച്ചിരിക്കണം കേട്ടോ. ഇതെന്ത് ചെയ്ത് ആ പാണച്ചക്കനെ കണ്ടപ്പോ വെള്ളത്തിൽ ഒരു കൂടി മുത്തപ്പ. ചക്കനെ കണ്ടാൽ തോന്നും. അതെ എന്ത് മൂല്യം എന്ത് മൂല്യമാണ് തോന്നിയത്? ആ ചെക്കനെ തിന്നാൻ തോന്നി മുത്തപ്പ. അല്ല ഇപ്പൊ എന്തായാലും ചക്കനെ കണ്ടു തോന്നും. എന്നിട്ടോ നീ തിന്നോ? എന്താ സംഭവം മനസ്സിലായി? ഒരു പിടി കിട്ടിയിട്ടില്ല. ചക്ക ചക്ക കീറി വെച്ചിരിക്കുകയാണ്. അതാണ് ഇത്തിരി പറയണം. ആണെന്നുവെച്ചാൽ അല്ല ഒരു ഞാൻ എന്റെ ചെറുനച്ചനും കൊണ്ട് കേട്ടില്ലേ മുത്തപ്പ എനിക്ക് ആ പാണച്ചക്കനെ ഒന്ന് വാങ്ങിച്ചു തരാൻ. സ്നേഹം കൊണ്ട് പറഞ്ഞു. അതെ ഓരോ കാര്യങ്ങൾ ചെയ്യണോ? അതെ അല്ലല്ല ഈ ആരോഗ്യത്തെ പറയണം. ഇവിടെ എല്ലാവരും പറയാം കേരളത്തെ കുറിച്ച് ഞങ്ങൾ കണ്ടോ? നമ്മുടെ ചെറുനച്ചൻ ആ ആലിയപ്പനെ കൊണ്ട് ചായന് എത്ര കടിയെന്ന് കേട്ടില്ലേ മുത്തപ്പ? ഒരു കായ നീ ഉദ്ദേശിക്കുന്ന കായല്ല, ഒരു കായിന് എത്ര കടി. നമുക്കൊരു പരീക്ഷണം നടത്താം. ഇതേ ഇംഗ്ലീഷ് പറയും. നിങ്ങൾ കറക്റ്റായി പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല. ശരി ഹിന്ദി ഹിന്ദിയും അറിയില്ല. ഭഗവാൻ ഉമ്മർത്ത് മലയാളത്തിലെ അറിയുള്ളൂ.
ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല. ആ അയ്യപ്പൻ പാട്ടും കൊണ്ട് ദുബായ് സൗദി പോയ ഒറ്റ ഒരു ഇപ്പം മാത്രമേ ഉള്ളൂ. അതല്ലല്ലോ പറയണം. ഒരു കായ ഒത്താ എത്ര വെടിക്കുന്ന മുത്തപ്പ എനിക്ക് സമയമില്ല മുത്തപ്പ വേഗം കേൾക്കുന്നു മുത്തപ്പ. ഒരു കായിന് എത്ര അടിയാണ് ഞാൻ പറഞ്ഞത്. ഓ അത് ശരി. ഓക്കെ ഒരു കടിക്ക് എത്ര ഒരു കായിന് എത്ര കടി? അപ്പൊ അയ്യപ്പൻ പറഞ്ഞു വെക്കാൻ മുക്ക ഊര കളിന്ന് പറഞ്ഞില്ലേ മുത്തപ്പ. അത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അങ്ങനെയുള്ള മറുപടിയാണ് കിട്ടുള്ളൂ. ഒരു കടി ഒരു കടി ഒരു കായും കൊടുത്ത് ഒരു കടിയും വാങ്ങി ആ അക്കരക്കാരന്റെ ചക്കരക്കമ്പ് ഇല്ലേ ഒരു കായും കൊടുത്ത് ഒരു കടിയും വാങ്ങി ഒരു ചക്കരക്കമ്പ് അതേന്ന് മുത്തപ്പ. ആ ചക്കരക്കമ്പത്തിനെ കണ്ടപ്പോ എനിക്കൊരു പൂതിയാണ് മുത്തപ്പ. തോന്നുമല്ലോ തിരിയാണ് സാധനമല്ലേ? മനസ്സിലായില്ലേ? തിരിയാണ് സാധനം. അതിന്റെ മുകളിൽ കേരളം ഒരു പൂതി തോന്നിയിട്ടാണ്. അതിനാണോ കേറി ഇറങ്ങി എന്നിട്ടായ കേറി ഇറങ്ങിയിട്ട് തിരിച്ചു വരും നോക്കണമെന്ന് മുത്തപ്പ. എന്റെ രക്കനെ കാണില്ലെന്ന് മുത്തപ്പ. ഒരു കാര്യം രക്കം പോയാ പോട്ടെ. ഞങ്ങള് അതല്ലേ നമുക്ക് അതിനൊക്കെ മാറ്റി നിർത്താം. തൊഴിലെന്താണ് എനിക്ക് അറിയാം. കുറെ കാലമായിട്ട് ശരിക്കും വ്യക്തമായിട്ട് പറയാം മുത്തപ്പ. എന്റെ തൊഴിലല്ലേന്നും ആനക്കൊമ്പാണ് അടിക്കാൻ പോണത്. അത് എനിക്ക് മനസ്സിലായി. എനിക്ക് അറിയാം ആനക്കൊമ്പന്മാർ അടിക്കാൻ പോവാ പറഞ്ഞാൽ അത് എന്താണ് എന്റെ ബേസ് അറിയണം. അത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അതൊന്ന് പറഞ്ഞുതരാൻ പറയും. പറഞ്ഞുതരാം കേട്ടോളൂ. അല്ല പറ എന്താണെന്ന് പറ. നന്നായിട്ട് പറയുന്നു. ഒരു പാട്ടിൽ പറഞ്ഞു തരാൻ അപ്പന്റെ പാട്ട് ആനക്കൊമ്പമ്പാടോ തങ്ങിനെ അടിക്കാൻ പോണം പോലെ ലല്ലില്ലേ ലല്ലില്ല ആടുമേക്കും പിള്ളേരെന്നെ ആട്ടിവിടക്കിയമ്മേ പോലെ ലല്ലില്ലേ ലല്ലില്ല ആനക്കൊമ്പാടോ അങ്ങനെ അടിക്കാൻ പോകണം പോലെ ലല്ലില്ലേ ലല്ലില്ല ആടുമേക്കോ പിള്ളേരെന്നെ ആട്ടിമുടിക്കിടമ്പോ പോലെ ലല്ലില്ലേ പോലെ ലല്ലില്ലേ ലല്ലില്ല
മുത്താര പൊത്തിപ്പിടിച്ച അമ്മേ പോലെ ലല്ലില്ലേ മുണ്ടോ തന്നാലും വളച്ചി മുത്തപ് കെട്ടയിൽ